രാഹുൽ ഗാന്ധിയുടെ ജെൻസി പരാമർശത്തിൽ വിമർശനവുമായി BJP. അതിലെന്താണ് ഇത്ര വിമർശനമുള്ളത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. കലാപമുണ്ടാക്കാനാണ് രാഹുലിന്റെ ശ്രമമെന്നാണ് വിമർശനം. രാജ്യത്തെ യുവാക്കളും വിദ്യാർത്ഥികളും ജെൻസികളും ഭരണഘടനയെ സംരക്ഷിക്കുമെന്ന് ഉറപ്പുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചത്. നോബൽ ബാരിക്കാരനോട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ, ഗുഡ് മോർണിംഗ് നോബൽ. ഈ ജെൻസിയും യുവാക്കളും ഒക്കെ ഭരണഘടനയെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞത് എങ്ങനെയാണ് കലാപമുണ്ടാക്കാനുള്ളൊരു ശ്രമമായി മാറുന്നത്? എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ നേപ്പാളിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിലായിരിക്കും ഇതൊരു കലാപ പ്രേരണയായി BJPക്ക് തോന്നുന്നത്, അല്ലേ നോബൽ? അരുൺ, അങ്ങനെ തന്നെയാണ്. നേപ്പാളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജൻസി കലാപം വലിയ തരത്തിൽ സംഘർഷങ്ങളും ഒപ്പം വലിയ പ്രതിസന്ധിയും ഉണ്ടാക്കിയതാണ്. ഇന്നലെ ഈ രാഹുൽ ഗാന്ധി വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് വോട്ടുകൾ ഒരു കേന്ദ്രീകൃത സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് വെട്ടുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് വലിയ വാർത്താസമ്മേളനം നടത്തിയിരുന്നു. അതിന് പിന്നാലെ അദ്ദേഹം വൈകിട്ട് എക്സിൽ കുറിച്ചൊരു പോസ്റ്റാണ്, അതായത് ഭരണഘടനയൊക്കെ സംരക്ഷിക്കാൻ ജൻസികളും യുവാക്കളും വിദ്യാർത്ഥികളൊക്കെ മുന്നോട്ട് വരണം, അത്തരത്തിൽ അവർക്ക് പിന്തുണയെ താൻ ഉണ്ടാകുമെന്ന പരാമർശത്തോടെയായിരുന്നു രാഹുലിന്റെ ഒരു എക്സ്പോസ്റ്റ് ഇന്നലെ വന്നത്. അതിനു പിന്നാലെയാണ് BJP ഇപ്പോൾ ഈ വിഷയത്തിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത്. ഒരു കലാപ ആഹ്വാനമാണ് രാഹുൽ ഗാന്ധി ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് BJP വക്താക്കൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയും ചെയ്യുന്നത്. നേരത്തെ ഈ വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണത്തിലും ചില വിമർശനങ്ങൾ BJPക്കുണ്ട്. പ്രത്യേകിച്ച് രാഹുൽ ഇത്തരത്തിൽ അലന്ത് മണ്ഡലത്തിൽ, കർണാടകയിലെ അലന്ത് മണ്ഡലത്തിൽ വോട്ടുകൊള്ള നടത്തുമെന്നും നടന്നില്ല എന്നൊക്കെ വാർത്താ സമ്മേളനത്തിൽ മാറ്റി പറഞ്ഞു. ഒരു വ്യവസ്ഥ രാഹുൽ ഗാന്ധിക്ക് തന്നെ ഇക്കാര്യത്തിൽ ഇല്ല എന്നാണ് ഇതിൽ BJP ആരോപണമായി ഉന്നയിക്കുന്നത്. അത് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഈ വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു, അതുമായി ബന്ധപ്പെട്ട പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യമുള്ളപ്പോൾ ഏതർത്ഥത്തിലാണ് രാഹുൽ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത് എന്ന് BJP ചോദിക്കുകയും നമുക്ക് അത് പ്രത്യേകമായിട്ട് പ്രേക്ഷകരെ അറിയിക്കേണ്ടതുണ്ട്. അതിൽ BJP എന്ത് പ്രതിരോധമാണ് തീർത്തത് എന്ന്. കർണാടകയിലെ അലന്തിലും മഹാരാഷ്ട്രയിലെ രജോറയിലുമാണ് ഒരിടത്ത് വോട്ട് കുറയ്ക്കുന്നു, മറ്റൊരിടത്ത് വോട്ട് കൂട്ടുന്നു. ഇതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആക്ഷേപം. അതിനെങ്ങനെ BJP പ്രതിരോധിക്കുന്നു എന്ന് അല്പസമയത്തിനുള്ളിൽ നമുക്ക് പ്രേക്ഷകരോട് പറയാം. എന്തായാലും ഈ വിഷയത്തിൽ BJP രാഹുലിനെ കടന്നാക്രമിക്കാൻ വേണ്ടി ജെൻസി പരാമർശം ഉപയോഗിച്ചിരിക്കുകയാണ്. ജെൻസിയുടെ കയ്യിൽ ഈ രാജ്യത്തിന്റെ ഭരണഘടന സുരക്ഷിതമായിരിക്കും എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് ഒരു കലാപമായി മാറുക? അത് നേപ്പാളിൽ ഇതുപോലെ ആളുകളെ ആക്രമിക്കണമെന്നും ഭരണകൂടത്തെ അട്ടിമറിക്കണമെന്നും ഒക്കെ പറഞ്ഞാലല്ലേ ഇത് കലാപം ആവത്തുള്ളൂ എന്ന് സ്വാഭാവികമായും സംശയമുണ്ടാവാം. അപ്പോൾ അതൊക്കെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളാണ്. എന്തായാലും അതങ്ങനെ തുടരുന്നു.